ഞാനിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് മാക്രോണി കൊണ്ട് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് കേട്ടോ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ മുട്ടയോ ചിക്കനോ ഒന്നും ഇല്ലാതെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണിത്. ഞാനിതിന് മുമ്പ് മാക്രോണീൻ്റെ കൂടെ മുട്ട വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കണം കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ മക്രോണി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ മക്രോണി ഒന്ന് കുക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരം ഓയിൽ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഈ ഒരു കപ്പിന് ഇത്രയും മക്രോണി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ആവശ്യം അത്രയും അനുസരിച്ച് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കാം. ജസ്റ്റ് നിങ്ങൾ തിളച്ച് വരുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടിക്കോളും കേട്ടോ. ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു മക്രോണി നല്ല രീതിയിൽ കുക്കായി കിട്ടിക്കോളും. പിന്നെ ഒരുപാട് നേരം കുക്ക് ചെയ്യണ്ട കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിനാണ് സമയത്ത് ഞാനിതിൽ നിന്ന് കോരി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിൽ നിന്ന് കോരിയെടുക്കുന്ന സമയത്ത് നമ്മളൊന്ന് ഊറ്റി വെക്കാം. ഊറ്റി വെച്ചിട്ട് അതിന് മുകളിലായിട്ട് കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒട്ടിപ്പിടിക്കുന്ന ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാവില്ല. അതൊരു സൈഡിലേക്ക് വെക്കുന്നുണ്ട്. ഇനി വേറൊരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതിയാവും. പിന്നെ അതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറിയിട്ട് നല്ലൊരു സ്മെല്ല് വരുമല്ലോ. ആ സമയത്ത് നമ്മൾ അതിലേക്ക് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ 2 സവാള എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. നല്ല രീതിയിൽ വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി സവാള നല്ല പോലെ ഒന്ന് കുക്കായി കിട്ടുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. നല്ല രീതിയിലൊന്ന് വഴണ്ട് കിട്ടണം, എന്നാലാണ് കറക്റ്റായിട്ട് ടേസ്റ്റും കാര്യങ്ങളും കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളിയായിരുന്നു കേട്ടോ. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് തക്കാളി നല്ല രീതിയിലൊന്ന് കുക്കായി കിട്ടണം. തക്കാളി ഉടഞ്ഞിട്ട് നല്ലപോലെ സ്മാഷായി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ബിരിയാണി മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ബിരിയാണി മസാലയ്ക്ക് പകരം ചിക്കൻ മസാല ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത്ര എരിവ് വേണ്ടാന്നുള്ളവരാണെങ്കിൽ മുളക് പൊടീൻ്റെ അളവ് കുറച്ചാൽ മതി. കുരുമുളക് പൊടി കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത് കുരുമുളക് പൊടി കൂടുതൽ ചേർക്കുമ്പോഴാണ്. അപ്പോൾ പൊടികളൊക്കെ പച്ചമണമൊക്കെ മാറുന്ന സമയത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു പുളിയും കാര്യങ്ങളും കിട്ടിക്കോളും. നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി മസാലപ്പൊടികളൊക്കെ ഒന്ന് വഴണ്ടിട്ട് ഒന്ന് എണ്ണ തെളിയുന്ന പാകമാകുമ്പോൾ നമ്മൾ അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വറ്റിയിട്ട് ഈ ഒരു മസാലയിൽ പിടിക്കണം കേട്ടോ. ആ ഒരു പാകം വരെ നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. ചെറിയ തീയിൽ തന്നെ ഇത് വെച്ച് കൊടുക്കണേ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇനി ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം കുറച്ച് ഉപ്പല്ലേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ മക്രോണിക്ക് ആവശ്യമുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. മക്രോണി കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരുപാട് കൂടുതലൊന്നും ആയിപ്പോവില്ല. ചെറിയൊരു ഉപ്പ് മാത്രമാണ് ആ മക്രോണിയിൽ പിടിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് മിക്സാക്കിയതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഉപ്പ് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് കണ്ടില്ലേ നല്ല ഇത് തിക്കായിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മക്രോണി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു മക്രോണി മസാലയ്ക്ക് നമ്മൾ തിക്കായിട്ടുള്ള ഒരു ഗ്രേവിയല്ല തയ്യാറാക്കേണ്ടത്, ഒരു ജ്യൂസി പോലെ കേട്ടോ. അത്യാവശ്യം ഗ്രേവിയോട് കൂടിയിട്ടുള്ളതാണ് ഇതുപോലെ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ വെള്ളം ഒരുപാട് നേരം വറ്റിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലെ മിക്സാക്കി കൊടുത്താൽ മതി. ഈ സമയത്ത് നമുക്ക് മസാല ഒക്കെ ഒരുപാട് കൂടുതലായി തോന്നുന്നുണ്ടെങ്കിലും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. മക്രോണിയിലൊക്കെ നല്ല രീതിയിലൊന്ന് മസാലയൊക്കെ പിടിച്ച് വരുന്ന സമയത്ത് കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇതിങ്ങനെയായിട്ട് കഴിക്കാനാണ് കേട്ടോ. നല്ല ചൂടോടുകൂടെ തന്നെ കഴിക്കാനായിട്ടുള്ളൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണിത്. അപ്പോൾ മക്രോണിയൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. മുട്ട ഇല്ലാന്ന് വിചാരിച്ചിട്ട് നമ്മൾ മക്രോണി ഉണ്ടാക്കാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് തയ്യാറാക്കിയാലും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടിക്കോളും. അപ്പോൾ അത് കണ്ടില്ലേ നല്ല ജ്യൂസി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് നേരം വറ്റിച്ചെടുക്കേണ്ട കാര്യമില്ല കേട്ടോ. ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മക്രോണിയുടെ ഒരു മസാല തന്നെയാണിത്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിനേക്കാളും നല്ല കിടിലൻ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്